ബിഗ് ബോസ് മലയാളം സീസൺ 7 നമുക്ക് എല്ലാവർക്കും അറിയാം. അവിടെ ഏറ്റവും കൂടുതൽ ഫ്രണ്ട്ഷിപ്പ് ബോണ്ട് ഉണ്ടായിരുന്നത് ആദില, നൂറ, അനുമോളായിരുന്നു. പട്ടാ ഗേൾസ് എന്നായിരുന്നു ഇവരെ അറിയപ്പെട്ടിരുന്നത്. പിന്നീട് മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ മേളിൽ അവിടെ ഒരു വഴക്കുണ്ടാവുകയും അതുപോലെ തന്നെ അനുമോളെ ആദില തന്നെ കൂടുതലും അനുമോളെ ശരിക്കും കോർണർ ചെയ്യുകയും ചെയ്തിരുന്നു. വെളിയിൽ നിന്ന് പോയ പലരും അനുമോളെ കുറിച്ച് പറഞ്ഞതെല്ലാം വിശ്വസിക്കുകയും വെളിയിൽ നിങ്ങളെ ഇങ്ങനെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത് എന്ന് അവരെ ധരിപ്പിക്കുകയും ചെയ്തപ്പോഴത്തേക്ക് അതുവരെ അനുമോളോടൊപ്പം നിന്നിരുന്ന ഈ ആദിലയും നൂറയും പെട്ടെന്ന് തന്നെ അനുമോളിൽ നിന്ന് മാറി മറ്റുള്ളവരോടൊപ്പം ചേർന്ന് അനുമോളെ കോർണർ ചെയ്യാൻ കൂടെ തന്നെ കൂടിയിരുന്നു. പക്ഷെ വെളിയിൽ എന്താണ് നടക്കുന്നതെന്ന് ഇവർക്ക് മനസ്സിലാകുന്നില്ല. പക്ഷെ വെളിയിൽ നിന്ന് പോയവർ അവരെ ധരിപ്പിച്ചത് നിങ്ങൾ വരെ നെഗറ്റീവ് ആക്കിയിരിക്കുകയാണ്, നിങ്ങളെ വെച്ച് അനുമോള് ഗെയിം കളിക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാൻസിനെ വരെ അനുമോള് കയ്യിലെടുത്തിരിക്കുകയാണ്, നിങ്ങളുടെ ഫാൻസ് ഉള്ളത് കൊണ്ടാണ് അനുമോൾ അവിടെ നിൽക്കുന്നത് എന്നൊക്കെയുള്ള തെറ്റിദ്ധാരണ അവിടെ ഉണ്ടാക്കിയെടുത്തു. അതിൽ മെയിനായിട്ട് തെറ്റിദ്ധാരണ വരുത്തി കൊടുത്തത് ശൈത്യയായിരുന്നു. നമുക്കെല്ലാവർക്കും അറിയാം. വെളിയിൽ വന്നതിന് ശേഷം എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ആദില നൂറോടാണെങ്കിലും അനുമോളോടാണെങ്കിലും ഈ പട്ടാ ഗേൾസ് ഇനി ഒന്നിക്കുമോ എന്നുള്ളത്. പക്ഷെ അതിനൊന്നും പൂർണ്ണമായ ഒരു ഉത്തരം ഇവർ രണ്ട് ഭാഗത്തു നിന്നും നൽകിയിട്ടില്ല. എന്നാലും ആദില, നൂറ ഇവർക്ക് അനുമോളുമായിട്ട് കൂടണം, അല്ലെങ്കിൽ പഴയ പോലെ ഒരു ബോണ്ട് ഉണ്ടാകണം എന്നൊക്കെ ആഗ്രഹമുണ്ട് എന്നൊക്കെ പല സമയങ്ങളിലും നമുക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ അനുമോള് അടുക്കുന്നുമില്ല. കാരണം മറ്റൊന്നുമല്ല, അനുമോൾക്ക് ഒരു അപകടം ഉണ്ടായ സമയത്ത് അല്ലെങ്കിൽ അനുമോളെ എല്ലാവരും കോർണർ ചെയ്തിരുന്ന സമയത്ത് ഈ പറയുന്ന ഇവർ രണ്ടുപേരും അനുമോൾക്കെതിരെ നിന്നുകൊണ്ട് സത്യം മനസ്സിലാക്കാതെ നിമിഷ നേരം കൊണ്ട് കളം മാറ്റി ചവിട്ടിയവരാണ്. സോഷ്യൽ മീഡിയ മൊത്തവും പറഞ്ഞാണ് ഇനി ഒരിക്കലും ഇവരെ കൂടെ കൂട്ടരുത് എന്ന അനുമോളോട്. എന്തായാലും വെളിയിൽ വന്നതിന് ശേഷം സിറ്റുവേഷൻ മനസ്സിലാക്കിയ ആദിലയും നൂറയും സത്യത്തിൽ ഞെട്ടിപ്പോയി എന്നുള്ളതാണ്. ഇവരുടെ ബോണ്ടിങ് ശരിക്കും ആഘോഷിച്ചിരുന്നു സോഷ്യൽ മീഡിയ മൊത്തവും. പക്ഷെ ഒരു നിമിഷത്തെ ഒരു തെറ്റിദ്ധാരണ അത് ഭയങ്കരമായി ബാധിച്ചു എന്നുള്ളതാണ്. അത് ഒരു പ്രാവശ്യം മാത്രമല്ല, നമുക്കറിയാം ഹൗസിനകത്തെ പല പ്രാവശ്യവും ഈ ആദിലയ്ക്ക് അനുമോളോട് ചില സമയങ്ങളിലൊക്കെ അനുമോളെ തെറ്റിദ്ധാരണയുടെ മേലിൽ അനുമോളെ കയറി അറ്റാക്ക് ചെയ്തിരുന്നു. അതിന്റെ പീക്ക് ലെവലായിരുന്നു ലാസ്റ്റ് സമയങ്ങളിലൊക്കെ, ലാസ്റ്റ് 98-99 ദിവസങ്ങളിലെല്ലാം ഈ പറയുന്ന ആദിലയും നൂറയും ചെയ്തുകൊണ്ടിരുന്നത്. ആദില പുറത്തായതിനു ശേഷം നൂറ ചെയ്തുകൊണ്ടിരുന്നതും നമ്മൾ കണ്ടതാണ്. എന്താന്ന് വെച്ചാൽ നൂറ പോയിട്ട് അക്ബറിനോടും മറ്റുള്ളവരോടും ഒക്കെ അനുമോൾ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് അവിടെ തെറ്റിദ്ധാരണകൾ പിന്നെയും ഉണ്ടായിക്കൊണ്ടിരുന്നു. എല്ലാം അനുമോളിലേക്കായിരുന്നു കോർണർ ചെയ്തുകൊണ്ടിരുന്നത്. എന്തായാലും ഇപ്പൊ ഒരു ലൈവ് വന്നിട്ടുണ്ടായിരുന്നു ആദിലയും നൂറയും. അതില് ആദിലയ്ക്ക് പറ്റിയ തെറ്റുകൾ പറയുന്നുണ്ട്. പക്ഷെ അവിടെയും നൂറ ന്യായീകരിക്കാൻ ശ്രമിക്കുമ്പോൾ ആദില അതിന് തടയിടുന്നുണ്ട്. ആദില കൃത്യമായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ ആദിലയ്ക്ക് മനസ്സിലായി നമ്മളെ എല്ലാവരും തെറ്റിദ്ധരിപ്പിച്ചതാണ്, നമ്മൾ തെറ്റിദ്ധാരണയിൽ പെട്ടുപോയതാണ്, പക്ഷെ അത് പാടില്ലായിരുന്നു എന്ന് റിയലൈസ് ചെയ്തതായിട്ട് എനിക്ക് ആദിലയുടെ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. എന്തായാലും നമുക്ക് അവർ പറയുന്നതൊന്ന് കേൾക്കാം. ലാസ്റ്റ് വീക്ക് എപ്പിസോഡ്സ് ഒക്കെ ഒന്ന് കണ്ടോ, ഓഡിയൻസിനെ വരെ സാഡ് ആക്കി നിങ്ങൾ. അതെല്ലാം നമ്മൾ പറയാം. അത് ഒരാൾ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, അവരുടെ ലൈവിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ലാസ്റ്റ് വീക്ക് എപ്പിസോഡ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരെയും സാഡ് ആക്കി എന്ന് പറയുന്നുണ്ട്. സത്യമായ കാര്യമാണ്. ആ ലാസ്റ്റ് വീക്കിലാണ് ഈ പറയുന്ന വെളിയിൽ നിന്നുള്ള കുത്തിത്തിരിപ്പുകൾ മൊത്തവും അകത്തോട്ട് കയറിപ്പോയത്. സത്യം പറഞ്ഞാൽ അവരുടെ പ്ലാനിൽ മൊത്തമായി വീണത് ഈ ആദിലയും നൂറയുമായിരുന്നു. അതിൽ ഏറ്റവും കൂടുതൽ വീണത് ആദിലയായിരുന്നു. ആദിലയെ അവിടെ ധരിപ്പിച്ചുകൊണ്ടിരുന്നത് നൂറ അവിടെ കപ്പടിക്കാൻ സാധ്യതയുണ്ട്, നൂറയ്ക്ക് വിലങ്ങ് തടിയായിട്ട് നിൽക്കുന്നത് അനുമോളാണ്, അനുമോള് നൂറയെ കുറിച്ച് വേണ്ടാത്തത് പറഞ്ഞു, ആദിലയെ കുറിച്ച് വേണ്ടാത്തത് പറഞ്ഞു എന്നൊക്കെ വായി വരുന്നതെല്ലാം അവിടെ ഈ പറയുന്ന ആദിലയും നൂറയും വെളിയിൽ നിന്ന് വന്ന കുത്തിത്തിരിപ്പുകൾ ഉൾപ്പെടെ എല്ലാവരും കട്ടപ്പാമാരുൾപ്പെടെ എല്ലാവരും ധരിപ്പിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ആദില വിചാരിച്ചു വെളിയിലാണെങ്കിൽ ഭയങ്കര സപ്പോർട്ടാണ്, നൂറയ്ക്കാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട്, അപ്പൊ നൂറ കപ്പടിക്കാൻ വിലങ്ങ് തടിയായിട്ട് നിൽക്കുന്നത് ഈ പറയുന്ന അനുമോളാണ് എന്ന് വിചാരിച്ചു. നോർമലി വിചാരിക്കുമല്ലോ, അതുപോലെ അങ്ങ് വിചാരിച്ചു. പക്ഷെ നമുക്കറിയാം ഇവർക്കെതിരെ കളിച്ചത് ആരൊക്കെയാണെന്ന്. അവിടുന്ന് അകത്തുനിന്ന് പോയവരെല്ലാം ശാരിക, ശൈത്യ, അതുപോലെ തന്നെ ബിൻസി ഇവരെല്ലാവരുടെയും തലയണ മന്ത്രത്തിൽ വീണു പോയത് ഈ പറയുന്ന ആദിലയായിരുന്നു. ശരിക്കും വെൽ പ്ലാനഡ് ആയിരുന്നു അവർ. എന്ന് വെച്ചാൽ ഇവരുടെ ബോണ്ടിങ്ങിനെ തെറ്റിക്കുക എന്നുള്ളതായിരുന്നു അവരുടെ ലക്ഷ്യം. അതിൽ വഴി അനുമോളെ കോർണർ ചെയ്യുക എന്നുള്ളതായിരുന്നു. തീർച്ചയായിട്ടും അത് അവിടെ നടന്നു എന്ന് പറഞ്ഞാലും അത് മൊത്തത്തിൽ നെഗറ്റീവ് ആയത് ഇവർക്കായിരുന്നു. ഞാൻ ഒരു കാര്യം ഞാൻ പറയാം, ആരെയും മിസ്റ്റേക്ക് അല്ല, ഇറ്റ് ഓൾ ഹാപ്പൻസ് ഡ്യൂ ടു എ സിറ്റുവേഷൻ. അല്ല, എനിക്ക് ഓർത്തിട്ട് ഞാൻ വിശദമായിട്ട് പറഞ്ഞോളാം. ഇല്ല, ഞാൻ എന്റെ ഒപ്പീനിയൻ അല്ലേ പറയുന്നത്. വാട്സ്ആപ്പ് പറയാം ആരുടെയും മിസ്റ്റേക്ക് അല്ല, മിസ്റ്റേക്ക് ആണ്. ഇല്ലല്ലേ, അവിടെ നൂറ ഇപ്പോഴും മിസ്റ്റേക്ക് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറല്ല.
നൂറ എന്തോ വലിയ കാര്യം ചെയ്തതുപോലെയൊക്കെയാണ് നൂറ പറയുന്നത്. പക്ഷെ ആദില അവിടെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് നമ്മൾ മറ്റുള്ളവർ കുഴിച്ച കുഴിയിൽ നമ്മൾ വീണതാണ് എന്നുള്ളത്. പക്ഷെ നൂറ ഒന്നും അംഗീകരിക്കാൻ തയ്യാറല്ല. നൂറയുടെ വിചാരം നൂറ ഇപ്പോഴും ടോപ്പ് 5 വരേണ്ടതായിരുന്നു, കപ്പടിക്കേണ്ടതായിരുന്നു എന്നൊക്കെയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം. ഞാനിതിപ്പം ബിഗ് ബോസ് കഴിഞ്ഞാലും നമ്മൾ അത് പറയുന്നത് ഇങ്ങനെ ലൈവ് വന്നത് കൊണ്ടാണ്. എന്നുവെച്ചാൽ അവിടെ ഈ നൂറ അവിടെ നിന്ന് പോയത് എങ്ങനെയാണ്, ആദിൽ അവിടെ നിന്ന് പോയത് എങ്ങനെയാണ്, ഈ അനുമോൾ ഫാൻസിന്റെ ഒറ്റ വോട്ട് കൊണ്ടാണ്. പക്ഷെ അത് ഇപ്പോഴും നൂറ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ആദിലേക്ക് അത് മനസ്സിലായിട്ടുണ്ട്. പല സമയങ്ങളിലും പുറത്താകേണ്ടവരായിരുന്നു ഈ ആദിലയും നൂറയും, പല എവിക്ഷനിലും. പക്ഷെ അവരെല്ലാം അവിടെ രക്ഷിച്ചിരുന്നത് ഈ അനുമോൾ ഫാൻസ് ആയിരുന്നു, അനുമോൾക്ക് വോട്ട് കൊടുത്തവരായിരുന്നു. അതുപോലെ തന്നെ ആ വോട്ടിങ്ങിന്റെ പാറ്റേൺ എടുത്ത് നോക്കിയാൽ നമുക്കറിയാം, അനുമോള് വോട്ടിങ്ങിൽ ഇല്ലാത്ത സമയത്തെല്ലാം നൂറയ്ക്ക് നല്ല ഹൈപ്പിലാണ് വോട്ട് കയറിക്കൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ആദിലേക്ക് തെറ്റിദ്ധരിപ്പിച്ചത് അങ്ങനെയായിരുന്നില്ല. വെളിയിൽ നിന്ന് വന്നവർ തെറ്റിദ്ധരിപ്പിച്ചിരുന്നത് എങ്ങനെയാണ്, നൂറയുടെയും ആദിലയുടെയും ബലത്തിലാണ് അനുമോള് നിൽക്കുന്നത് എന്നുള്ളതാണ്. അങ്ങനെയാണ് അവര് തെറ്റിദ്ധാരണ ഉണ്ടാകുന്നത്. അപ്പം ആദില വിചാരിച്ചു എന്നാ നൂറ കപ്പടിക്കട്ടെ എന്നുള്ളത്. ആദില പുറത്താകുന്ന സമയം വരെയും ആദിലയ്ക്ക് ഫുൾ കോൺഫിഡൻസ് ആയിരുന്നു നൂറ കപ്പടിക്കും എന്നുള്ളത്. എനിക്ക് തോന്നിയ കാര്യമാണ് ലൈക് അതിന്റെ ഉള്ളിലാണ് നമുക്ക് ആർക്കും എന്താ പറയാ തെറ്റ് ചെയ്തിട്ടുണ്ട്, പിന്നെ മിസ്റ്റേക്ക് അല്ലെന്ന് പറയുന്നതിന്റെ അർത്ഥം പക്ഷെ എല്ലാ ഒരു സിറ്റുവേഷനിൽ ഉണ്ടാവുന്ന കാര്യങ്ങളാണ്. അത് ആ സിറ്റുവേഷനിൽ ഉണ്ടാകുന്ന കാര്യങ്ങളാണെന്ന് നൂറ പറയുമ്പോൾ ആദില പറയുന്നുണ്ട് അല്ല എന്നുള്ളത്. എന്ന് വെച്ചാൽ ആദിലക്കറിയാം അവിടെ നമ്മളാണ് അനുമോളെ ചതിച്ചത് എന്നുള്ളത്. അനുമോള് നമ്മളെ ചതിച്ചിട്ടേ ഇല്ല എന്ന് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി തന്നെയാണ് പറയുന്നത്. എന്ത് സിറ്റുവേഷൻ, ഇപ്പൊ നമ്മൾ ഒരാളുമായിട്ട് നല്ല കൂട്ടുണ്ടെങ്കിൽ, നല്ല ബോണ്ട് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരെ അതുപോലെ വിശ്വസിക്കുന്നു എന്നുണ്ടെങ്കിൽ അവർക്കെതിരെ ആര് വന്ന് പറഞ്ഞാലും ഒരിക്കലും ഇങ്ങനെ ഒരു മാറ്റം മാറുമോ? അന്ന് അവർ എവിടെന്താണ് കാണിച്ചുകൊണ്ടിരുന്നത്? നിമിഷ നേരം കൊണ്ടല്ലേ ഈ ആദിലേന്ന് പറയാ അനുമോളോട് അത്രയും നല്ല ടൈപ്പിൽ നിൽക്കുന്ന സമയത്ത് വെളിയിൽ നിന്ന് ആൾക്കാർ വന്ന് പറഞ്ഞ് നിമിഷങ്ങൾക്കകമല്ലേ ഇവരുടെ സ്വഭാവം മാറിയത്. അതെന്താണെന്ന് വെച്ചാൽ അനുമോളെ ഇവർ വിശ്വസിച്ചിരുന്നില്ല, പക്ഷെ അനുമോൾ ഇവരെ ശരിക്കും വിശ്വസിച്ചിരുന്നു. അപ്പൊ അവിടെ വിശ്വാസ വഞ്ചന കാണിച്ചത് ഇവർ രണ്ടുമാണ്. അത് ഇപ്പോഴും നൂറയ്ക്ക് മനസ്സിലാകുന്നില്ല എന്നാണ് എനിക്ക് ഈ ലൈവ് ആണെന്ന് തോന്നുന്നത്. ആദിലേക്ക് അത് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട്. ആദില പറയുന്നുണ്ട് ഞാൻ അതിനെക്കുറിച്ച് ഒരു ലൈവ് വന്ന് ഞാൻ സംസാരിക്കും എന്നുള്ളത്. നൂറ കഴിഞ്ഞാൽ ഉള്ളിൽ ആരെയാണ് കൂടുതൽ ഇഷ്ടം? ഒരാളെ പറയാം, മനസ്സ് തുറന്ന് പറയുക ആ നെയിം. ഇവള് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് അനുമോളെയാണ് ഇഷ്ടം. ബി ഹൗസിനകത്ത് ആരെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമെന്ന് ചോദിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ആതിരയുടെ കണ്ണ് നിറയുന്നുണ്ട് കേട്ടോ. അനുമോളെയാണെന്ന് പറയുന്നുമുണ്ട്. കാരണം അത്രമാത്രം അനുമോൾ ഇവരെ സ്നേഹിച്ചിരുന്നു. പക്ഷെ ഇവർ ചെയ്തത് തെറ്റായി പോയി എന്ന് ആതിരയ്ക്ക് ശരിക്കും റിഗ്രറ്റ് ഉണ്ടായിട്ടുണ്ട്. അത് ആവശ്യമാണ്. ഇവർ വെളിയിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് ഇവർക്ക് മൊത്തത്തിലുള്ള കളം മനസ്സിലായത്. ഞങ്ങളെ ചതിച്ചത് മൊത്തം നമ്മുടെ കൂടെ നിന്നവരായിരുന്നു, പക്ഷെ അനുമോള് നമ്മളെ ചതിച്ചിട്ടില്ല എന്നുള്ളത്. നമുക്ക് ഒന്നാമത്തെ എപ്പിസോഡ് മുതൽ ലാസ്റ്റ് വരെ കണ്ടവർക്ക് എല്ലാവർക്കും അറിയാം, അനുമോള് ഒരു സമയത്ത് പോലും, ഒരു നിമിഷത്തേക്ക് പോലും ഈ പറയുന്ന ആദില നൂറയെ ചതിച്ചിട്ടില്ല എന്നുള്ളത്. ഇവരായിരുന്നു അനുമോളെ കോർണർ ചെയ്തുകൊണ്ടിരുന്നത് മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ടിട്ട്. എന്തായാലും ഇത് മനസ്സിലാക്കി എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാൽ ഇനിയുള്ള ലൈവിൽ എപ്പോഴാണെങ്കിലും ആദില ഇതിനെ കുറിച്ചൊരു തുറന്ന പറച്ചിൽ നടത്തുമെന്നാണ് എനിക്ക് തോന്നുന്നത്. മിക്കവാറും അതിൽ ശൈത്യയും ബിൻസിയും ഈ സരികയും എല്ലാം പെടാൻ ചാൻസ് ഉണ്ട്. എന്ന് വെച്ചാൽ അവരാണ് അവിടെ കളിച്ചത്. അവരാണ് ഇവരുടെ ബോണ്ടിങ്ങിനെ തെറ്റിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അനുമോളെ കോർണർ ചെയ്യുമ്പോൾ ആദില ഇടപെടാതിരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ആദിലയും നൂറയും അനുമോൾക്ക് സപ്പോർട്ട് ചെയ്യാതിരിക്കാൻ വേണ്ടി ആദ്യമേ അവർ അനുമോളുടെ ഇടവും വലവും വെട്ടി എന്നുള്ളതാണ്. അതായിരുന്നു ഇവരുടെ പ്ലാനും. അകത്തു പോവുക, അനുമോളുടെ കൂടെയുള്ള ആദിലയും നൂറയും തെറ്റിക്കുക, അതിനുശേഷം അനുമോളെ ശരിക്കും കോർണർ ചെയ്യുക. അത് തന്നെയായിരുന്നു അവരവിടെ നടത്തിക്കൊണ്ടിരുന്നതും നടത്തിയതും. എന്തായാലും ഈ ലൈവ് കണ്ടപ്പോൾ എനിക്കിത് ഇത്രയും പറയണമെന്ന് എനിക്ക് തോന്നി. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. എന്തായാലും ഇവരിനി ഒന്നിക്കും എന്നൊക്കെ പറയുന്നത് കേട്ടു, ഒന്നിക്കാൻ സാധ്യത ഉണ്ടെന്ന് പറയുന്നത് കേട്ടു. എനിക്കറിയില്ല ഒന്നിക്കുമോ ഒന്നിക്കത്തില്ലയോ എന്നുള്ളത്. അതെല്ലാം അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. തെറ്റുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് സോൾവ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ സോൾവ് ചെയ്ത് അവരൊന്നിക്കുന്നതിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. അത് അവരുടെ ഇഷ്ടമാണ്. അനുമോളുടെയും ആദില നൂറ ഇവരുടെയൊക്കെ ഇഷ്ടമാണ്. എന്തായാലും അവർ ഒന്നിക്കുന്നെങ്കിൽ ഒന്നിക്കട്ടെ, ഇല്ല ഇവർക്ക് ഇങ്ങനെയാണ് പോകാൻ താല്പര്യമെങ്കിൽ അങ്ങനെ പോകട്ടെ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.